പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി. കുഞ്ഞോളെ കുമ്പാലി മാമുണ്ടു ചാഞ്ചാട്, കുഞ്ഞോളെ കുമ്പാലി മാമുണ്ടു ചാഞ്ചാട്. നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മച്ചിയുടെ അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ പാടിയതും വായിച്ചതുമെല്ലാം ഒരു മുത്തശ്ശി പൊട്ടറ്റോനെ കുറിച്ചാണ്. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷും പൊട്ടറ്റോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഡിഷിന്റെ പേര് അച്ചാറി ആലു എന്നാണ്. പേര് കേട്ടിട്ട് ഞാനിവിടെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് വിചാരിക്കരുത്. മറിച്ച് ഞാൻ ഈ ഡിഷിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനൊരു അച്ചാറിന്റെ ഫ്ലേവർ തരുന്നതുകൊണ്ടാണ് ഈ ഡിഷിന് അച്ചാറി ആലു എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ബേബി പൊട്ടറ്റോ 1/2 കിലോ വേവിച്ച് തൊലി കളഞ്ഞു വെച്ചതാണ് ഇത്. ഞാൻ ഈ ഡിഷിന് ബേബി പൊട്ടറ്റോ ആണ് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ സാധാരണ ഉരുളക്കിഴങ്ങും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ബേബി പൊട്ടറ്റോ ആണ് ഇതിന്റെ ഫ്ലേവേഴ്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത്. ഇതിലേക്ക് 2 സവാള, മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 കാഷ്യൂനട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പൗഡറാണ്. ഈ പൗഡറിന് വേണ്ടി ഞാൻ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 1.5 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ. ഇത് 3ഉം കൂടി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഈ പൗഡർ. അടുത്തതായി 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പൊടിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം. ഇത് കലോഞ്ഞി അല്ലെങ്കിൽ ഒണിയൻ സീഡ്സ് എന്ന് പറയും. ഇതൊരു 1 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഈ ഡിഷിന്റെ പ്രധാന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് മിസ്സാവരുത്. ഇതെന്തായാലും ഈ കലോഞ്ഞി അല്ലെങ്കിൽ ഒണിയൻ സീഡ്സ് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ. നിങ്ങൾ സാധാരണ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് സെയിം ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അച്ചാറി ആലുവിന് വേണ്ട സാധനം. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. ഇപ്പൊ ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്ത് ചൂട് കട്ടിയുള്ള ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് തൈരിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് തൈരിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് കലോഞ്ഞി അല്ലെങ്കിൽ ഒണിയൻ സീഡ്സ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ജീരകം, അടുത്തതായി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു കിട്ടിയാൽ മതി.
അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ മസാലകൾ നല്ലപോലെ ഒന്ന് വഴഞ്ഞു കിട്ടണം. ഇപ്പോൾ തന്നെ നമുക്കിതിന്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോകുന്ന വരെ ഇളക്കി കൊടുക്കും. നമ്മളിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കടുക്, പെരിഞ്ചീരകം, ഉലുവ ഇത് മൂന്നും കൂടി പൊടിച്ചു വെച്ചിരിക്കുന്ന പൗഡറാണ്. ഇത് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. തൈര് കാഷ്നട്ട് കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മസാലയും തൈരും എല്ലാം നല്ലപോലെ ഉരുളക്കിഴങ്ങിലേക്ക് ചേർന്ന് കഴിഞ്ഞു. അടുത്തായി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കാനുണ്ട്. ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് പറഞ്ഞപ്പോൾ അത് വിട്ടുപോയിരുന്നു. അതാണ് ഡ്രൈഡ് മാംഗോ പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ എന്ന് പറയും. ഇത് നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ ഈസിയായി ലഭിക്കുന്നതാണ്. ഇതൊരു 1/2 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈഡ് മാംഗോ പൗഡർ. സപ്പോസ് നിങ്ങൾക്ക് ഡ്രൈഡ് മാംഗോ പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ കിട്ടിയില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. അവസാനം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇത്. നമ്മളിവിടെ നമ്മുടെ അച്ചാറി ആലു തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അച്ചാറി ആലു ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാൻ അതിനെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി ഡിസ്പ്ലേക്കായി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. 4 സൈഡിലും പൊട്ടറ്റോ ബ്രദേഴ്സ് 4 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാചകം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ വീണ്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ വിട പറയുന്നു. സുരേഷ് പാലേ.